നവംബർ 9 ഞായറാഴ്ച തൃശൂർ സബ് റീജിയൺ ആഭിമുഖ്യത്തിൽ YMCA അഖില ലോക പ്രാർത്ഥനാ വാരം 2025 ജൂബിലി പ്രാർത്ഥനയുടെ 150 വർഷങ്ങൾ എന്ന വിഷയത്തെപ്പറ്റി പഴഞ്ഞി മങ്ങാട് YMCAയുടെ നേതൃത്വത്തിൽ തൃശൂർ സബ് റീജിയണൽ ചെയർമാൻ ജോൺസൺ മാറോക്കി ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ സൈമൺ വാഴപ്പള്ളി മുഖ്യപ്രഭാഷണവും ഫാദർ അനു ഉമ്മൻ വചനപ്രഭാഷണവും നടത്തി. ചടങ്ങിൽ ജെയ്സൺ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് CBPT സ്വാഗതവും വർഗീസ് MJ നന്ദിയും പറഞ്ഞു. തൃശൂർ സബ് റീജിയൺ YMCA പ്രവർത്തകരും YMCA കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് മുഴുവൻ വിളക്കുപന്തലിന്റെ കാൽനാട്ടി. നവംബർ 29 ശനിയാഴ്ചയാണ് അയ്യപ്പൻ വിളക്ക് നടക്കുന്നത്. ക്ഷേത്ര സന്നിധിയിലാണ് വിളക്കുപന്തൽ ഒരുക്കുന്നത്. അകമല ശ്രീ ധർമ്മശാസ്ത്ര വിളക്ക് സംഘമാണ് വിളക്ക് പാർട്ടി. വിളക്ക് കമ്മിറ്റി രക്ഷാധികാരി സുബ്രഹ്മണ്യൻ കടവാരത്ത്, പ്രസിഡന്റ് കുട്ടൻ ആലിക്കര, സെക്രട്ടറി ഭാസ്കരൻ ആലിക്കര, ട്രഷറർ PC ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി CV മണികണ്ഠൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ വിനോദ് വട്ടേക്കാട്, അനീഷ്, ഹരിദാസ്, PR ചന്ദ്രൻ, അബ്ദുൾ റഹ്മാൻ, ജനാർദ്ദനൻ, ശ്രീജിത്ത് പടിഞ്ഞാറേമുക്ക്, മണി മനേഷ്, ശിവൻ, സുന്ദരൻ പണിക്കർ, TK മണികണ്ഠൻ, രാജൻ നിറപറ, അനീഷ്, സഹദ് അറീന എന്നിവർ കാൽനാട്ടൽ ചടങ്ങിൽ പങ്കെടുത്തു. എടപ്പാൾ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൽ രുചിയുടെ നിറവിൽ ഭക്ഷണശാല. കോക്കൂർ AHM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച എടപ്പാൾ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞപ്പോൾ സ്വാദേറിയ ഭക്ഷണമൊരുക്കി പാചകപ്പുര സജീവമായി. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 3 ദിവസങ്ങളിലായി ഏകദേശം 3000 പേർക്കും സമാപന ദിവസം 2000 പേർക്കും ഭക്ഷണം ഒരുക്കുന്ന അത്യുജ്വലമായ സംവിധാനമാണ് ഈ വർഷം ഫുഡ് കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത്. കോക്കൂർ ഹയർ സെക്കൻഡറി സയൻസ് ബ്ലോക്ക് കെട്ടിടത്തിനകത്താണ് വിശാലമായ പന്തലൊരുക്കി കുട്ടികൾക്കും അധ്യാപകർക്കും സംഘാടകർക്കുമെല്ലാം ഉച്ചഭക്ഷണം ഒരുക്കിയത്. 12-ന് തുടങ്ങിയ ഭക്ഷണ വിതരണം 3 മണിവരെ നീണ്ടുനിന്നു. സംഘാടക സമിതിയിലെ 50ഓളം പേരും NSS SPC അംഗങ്ങൾ എന്നിവരുടെ സഹായത്തോടെ 5 കൗണ്ടറുകളിലായി മികച്ച നിലയിൽ ഭക്ഷണ വിതരണം നടത്തി. ശനി തിങ്കൾ ദിവസങ്ങളിൽ പായസത്തോടു കൂടിയ സദ്യ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മനസ്സു നിറച്ചു. ഇനിയുള്ള ദിവസങ്ങളിലും പായസം ഉൾപ്പെടുത്തിയുള്ള ഭക്ഷണമാണ് ഫുഡ് കമ്മിറ്റി ഒരുക്കുന്നത്. പാചക വിദഗ്ധൻ തവന്നൂർ മണി പാലാട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഭക്ഷണ വിതരണത്തിന് ഫുഡ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞു കോക്കൂർ, ഫുഡ് കൺവീനർ മുഹമ്മദ് ജലീൽ, ജോയിന്റ് കൺവീനർമാരായ രഞ്ജിത്ത് തടാട്ട്, അശ്വതി S, CS മനോജ്, ബിജു P സൈമൺ, അബ്ദുൾ ഹക്കീം, K പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി അധ്യാപകരും ഭക്ഷണ കമ്മിറ്റി അംഗങ്ങളും വിതരണത്തിന് നേതൃത്വം നൽകി. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരുകസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോ, കാലിക്കറ്റ്, പാറേമ്പാടം, കുന്നംകുളം. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പഴയപള്ളി പെരുന്നാൾ നവംബർ 13, 14 തീയതികളിൽ ആഘോഷിക്കുന്നു. 13-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 6:45 സന്ധ്യാ നമസ്കാരം, 8 മണിക്ക് പ്രദക്ഷിണം, ശ്ലൈഹിക വാഴ്വ്, നേർച്ച വിളമ്പൽ, തുടർന്ന് വാദ്യഘോഷങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. 14-ാം തീയതി വെള്ളിയാഴ്ച 7:30 പ്രഭാത നമസ്കാരം, 8:30 വിശുദ്ധ കുർബാന, 10:15 പെരുന്നാൾ സന്ദേശം, അവാർഡ് ദാനം, തുടർന്ന് പ്രദക്ഷിണം, ആശീർവാദം, 11 മണിക്ക് പെരുന്നാൾ നേർച്ച സദ്യ എന്നിവ ഉണ്ടായിരിക്കും. ശുശ്രൂഷകൾക്ക് മലബാർ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഗീവർഗീസ് മാർ പക്കോമിയസ് തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. കുന്നംകുളം കൊച്ചി ഭദ്രാസനങ്ങളിലെ വൈദികരും കോർ എപ്പിസ്കോപ്പമാരും പങ്കെടുക്കുന്നു. പെരുന്നാളുകൾക്ക് വികാരി ഫാദർ ജോൺ പുലിക്കോട്ടിൽ, സഹവികാരി ഫാദർ ബെഹനാൻ K നിക്സൺ, കൈസ്റ്റാനി എഡ്വിൻ ജിജോ P സൈമൺ, സെക്രട്ടറി റോഷ് C താവു, പെരുന്നാൾ കൺവീനർ പ്രവീൺ ജോബ്സി എന്നിവർ നേതൃത്വം നൽകും. ഗവൺമെന്റ് LP സ്കൂളിൽ ഹാപ്പി വേൾഡ് പാർക്ക് തുറന്നു. കുന്നംകുളം നഗരസഭ ഗവൺമെന്റ് LP സ്കൂളിൽ
കുട്ടികളുടെ ഉല്ലാസത്തിനും മാനസിക വികസനത്തിനുമായി ഹാപ്പി വേൾഡ് പാർക്ക് തുറന്നുകൊടുത്തു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ നിലൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, വാർഡ് കൗൺസിലർ ലബീബ് ഹസൻ, കൗൺസിലർ VK സുനിൽകുമാർ, AEO A മൊയ്തീൻ, പ്രധാനാധ്യാപിക VK സുജ, PTA പ്രസിഡന്റ് ടിജിൻ ജോൺ, നഗരസഭാ സെക്രട്ടറി KK മനോജ്, AXE EC ബിനയ് ബോസ് തുടങ്ങിയവർ പങ്കെടുത്തു. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. കാട്ടാക്കാമ്പൽ പഞ്ചായത്തിലെ ചിറക്കുളത്തിന്റെ 1ാം ഘട്ട സൗന്ദര്യവൽക്കരണത്തിന്റെ ഉദ്ഘാടനം നടത്തി. ജലരക്ഷ ജീവരക്ഷ എന്ന ലക്ഷ്യത്തോടെ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4,67,000 രൂപ ചിലവഴിച്ചാണ് കുളപരിസരം സൗന്ദര്യവൽക്കരിച്ചത്. കാട്ടാക്കാമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് S രേഷ്മ ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. 2ാം ഘട്ട പ്രവർത്തനത്തിനായി 5 ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി ആൻസി വില്യംസ് പറഞ്ഞു. ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ഷീജ സുഗതൻ, ബിന്ദു റെനി, ബിന്ദു മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ, മെമ്പർ യദു കൃഷ്ണൻ, സന്തോഷ് കൊളത്തേരി എന്നിവർ സംസാരിച്ചു. കാടുമൂടി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുളം നവീകരിക്കാൻ മുൻകൈയെടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠനെ താഴേച്ചിറ കൂട്ടായ്മ ചടങ്ങിൽ അനുമോദിച്ചു. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായ പോലീസ് വിളക്കിനോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സായാഹ്നം സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് SP RK ജയരാജ് അധ്യക്ഷത വഹിച്ചു. ADGPമാരായ S ശ്രീജിത്ത്, V വിജയൻ, നോർത്ത് സൗത്ത് IG രാജ്പാൽ മേനോൻ, DIG S ഹരിശങ്കർ, സിറ്റി പോലീസ് കമ്മീഷണർ നാഗുൽ രാജേന്ദ്ര ദേശ്മുഖ്, റൂറൽ SP V കൃഷ്ണകുമാർ, ACP പ്രേമാനന്ദകൃഷ്ണൻ, ടെമ്പിൾ സ്റ്റേഷൻ ഇൻസ്പെക്ടർ G അജയ്കുമാർ എന്നിവർ സംസാരിച്ചു. പോലീസിന്റെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. പെരുമ്പിലാവ് കൊരട്ടിയിൽ KSRTC ബസും സ്വകാര്യ ബസും തമ്മിലിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിന് മുൻപിൽ ഇന്ന് കാലത്ത് 10 മണിയോടെയാണ് അപകടം നടന്നത്. എറണാകുളത്തു നിന്നും കോഴിക്കോട്ട് പോയിരുന്ന KSRTC ബസും തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോയിരുന്ന സ്വകാര്യ ബസുമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവം പറഞ്ഞ് കുന്നംകുളം പോലീസുമായി ഹൈവേ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. IT പ്രോഡക്ട്സും വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിൽ നിന്നും വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്.
രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന കാട്ടാക്കാമ്പൽ പഞ്ചായത്തിലെ 11-ാം വാർഡ് മേലെ പട്ടിത്തടത്ത് സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. മേഖലയിലെ നിരവധി കുടുംബങ്ങൾക്കാണ് പദ്ധതിയിലൂടെ ശുദ്ധജലം ലഭ്യമാകുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TS മണികണ്ഠൻ, NK ഹരിദാസൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ബിന്ദു മനോഹരൻ, മിൻഡോ റെനി, ഷീജ സുഗതൻ, വാർഡ് മെമ്പർ യദു കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പോർക്കുളത്ത് റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരന് കാറിടിച്ച് ദാരുണാന്ത്യം. പോർക്കുളം കുത്തൂർ വീട്ടിൽ 61 വയസ്സുള്ള പ്രിൻസനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 6 മണിയോടെ പോർക്കുളം സ്കൂൾ സ്റ്റോപ്പിന് സമീപത്തായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ഗൃഹനാഥിനെ ചിറക്കൽ ഭാഗത്തുനിന്ന് പാറമ്പാടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ ഗൃഹനാഥിനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും 7:30യോടെ മരണം സംഭവിച്ചു. അപകടത്തിനിടയാക്കിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന മൃതദേഹം സംസ്കരിക്കും. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. പാര വെഡ്ഡിംഗ് കമ്പനി വിവാഹം, ജന്മദിനാഘോഷം, സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, പ്രീ വെഡ്ഡിംഗ് തുടങ്ങി നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കളർഫുള്ളാക്കാൻ പാര വെഡ്ഡിംഗ് കമ്പനിയെ സമീപിക്കാം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ ലാമിനേഷൻ, ലൈവ് സ്ട്രീമിംഗ്, ഫോട്ടോ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. 10 മാനുകൾ ചത്തു. തെരുവ് നായുടെ ആക്രമണത്തിലാണ് മാനുകൾ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതേസമയം പണികൾ പൂർത്തീകരിക്കാതെ സുരക്ഷാ ഓഡിറ്റിംഗ് പോലും നടത്താതെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് നടത്തിയ ഉദ്ഘാടന മാമാങ്കമാണ് പുത്തൂരിൽ അരങ്ങേറിയതെന്ന് കോൺഗ്രസ് നേതാവ് ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. അല്ല, നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാൻ? പ്ലാന് എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ എവിടെ ഏത് കോഴ്സ് എടുക്കണം അതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. ഓ, ഫ്യൂച്ചർ കൊമേഴ്സ് ഫീൽഡിലാക്കാനാണോ പ്ലാൻ? പക്ഷെ വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചോണ്ട് കാര്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ എല്ലാരും എങ്ങനെ പഠിക്കുന്നേ? ഇപ്പൊ എല്ലാരും കരിയർ ഓറിയന്റഡ് കോഴ്സാ പഠിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൽ ഒരു 1 ഇയർ റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്യേ. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഉണ്ടാവും. റെസിഡൻഷ്യൽ പ്രോഗ്രാമോ? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. കേരളത്തിൽ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണിത്. പിന്നെ മാത്രല്ല, അക്കൗണ്ട് ഓഡിറ്റിംഗിലെല്ലാം 30 വർഷത്തെ എക്സ്പീരിയൻസും ഇവർക്കുണ്ട്. നിരവധി ബിസിനസ്സുകൾക്ക് കൺസൾട്ടിംഗ് നടത്തുന്ന സ്ഥാപനമാണ്. 1 വർഷത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിനക്ക് പ്രൊഫഷണൽ ആവാം. അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ നിനക്ക് ഈ GST, ടാലി, SAP പോലെയുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസും പിന്നെ മോക്ക് ഇന്റർവ്യൂസ്, പ്രസന്റേഷൻസ്, ക്ലയന്റ് ഡീലിംഗ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും കഴിയും. ഇതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിനക്ക് ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുത്തോ.